അവരെ തൂക്കിയ ആ ഒരു സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ തൂക്കുന്നത് ഇഷാനിയുടെ ഒരു ഫ്രണ്ട് വഴിയാണ്. ആ കുട്ടി എന്നെ ഇതുപോലെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് എത്ര സീരിയസ് ആയിട്ട് എടുക്കണ്ട, ചിലപ്പോൾ നിനക്ക് അറിയായിരിക്കും, ഞാൻ ചുമ്മാ പറയുമോ എന്ന് ഇഷാനി പറഞ്ഞു. ഞാൻ പിന്നെ എന്താ, അല്ല എൻ്റെ ഒരു ഫ്രണ്ട് കഴിഞ്ഞ നിന്റെ സ്റ്റോറി വന്നായിരുന്നു. സ്റ്റോറി വന്നപ്പോൾ ഗൂഗിൾ പേ ചെയ്യാൻ പോയപ്പോഴത്തേക്കും അവിടെ നിൽക്കുന്ന ഒരു സ്റ്റാഫിന്റെ ഗൂഗിൾ പേ QR കോഡാ കൊടുത്തേ, നീയാണോ അവരോട് അങ്ങനെ കൊടുക്കാൻ പറഞ്ഞേ? ഞാൻ പറഞ്ഞു, ഞാൻ എന്തിനു പറയണം, അതിന് അവർക്കാർക്ക് ഞാൻ ആ കമ്പനി എഴുതി കൊടുത്തിട്ടില്ലല്ലോ എന്നുള്ളൊരു തോട്ട്. അപ്പോൾ ഇഷാനി പറഞ്ഞു, ദിവ്യ ഫ്രാങ്ക്ലിൻ എന്നായിരുന്നു അക്കൗണ്ടിന്റെ പേര്. ഞാൻ പറഞ്ഞു, എൻ്റെ സ്റ്റാഫിന്റെ ഒരാളുടെ പേര് അതാന്ന് പറഞ്ഞു. എൻ്റെ ടൈമും എമൗണ്ടും കാണിക്കാൻ പറഞ്ഞപ്പോൾ ആ കുട്ടി അയച്ചു തന്നു. ഇതുപോലെ 2 മണിക്കുള്ള സമയത്ത് 2700 സംതിങ്. അപ്പോൾ ഞാൻ ഈ ദിവ്യ എന്ന് പറയുന്ന പെൺകുട്ടിയെ വിളിച്ചു. ഞാൻ വിളിച്ചിട്ട് ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, ഇതുപോലെ എടുത്തോ, പൈസ എടുത്തോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും അറിഞ്ഞുകൂടാത്ത പോലെ പറഞ്ഞു. അപ്പം ഞാൻ ഈ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തപ്പോൾ കുട്ടി പറഞ്ഞു, ഓർമ്മ വന്നു, ചേച്ചിയുടെ QR കോഡ് വർക്ക് ആവുന്നില്ലായിരുന്നു, അങ്ങനെയാണ് ഞാൻ എടുത്തത്. ഞാൻ പറഞ്ഞു, ഓക്കെ അതായിക്കോട്ടെ, പക്ഷെ എന്നെ അത് അറിയിച്ചിട്ടില്ല, എനിക്ക് ആ എമൗണ്ട് താൻ തന്നിട്ടില്ല, അതെന്താ തരാത്തെ? ഓ തന്നില്ലല്ലേ? ഞാൻ പറഞ്ഞില്ല തന്നില്ല. അല്ലാതെ നമ്മൾ, എനിക്ക് തോന്നുന്നു ഞാൻ ക്യാഷ് അവിടെ വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. ഞാൻ ഓഫീസിൽ എൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് എടുത്ത് അവിടെ ഇട്ടു. ഞാൻ പറഞ്ഞു, ശരി ആ ക്യാഷ് എവിടെ? ഞാൻ തന്നില്ലേ? ഞാൻ പറഞ്ഞില്ല തന്നില്ല. 1 മിനിറ്റ് ഞാൻ ഇപ്പൊ വിളിക്കാം എന്ന് പറഞ്ഞ് കോളം കട്ട് ചെയ്തു. അപ്പൊ തന്നെ നമുക്ക് പിടി കിട്ടി.